പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L3215 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുക. അവിടെ എപ്സൺ L3215 പ്രിൻ്റർ ഡ്രൈവർ എന്നോ അല്ലെങ്കിൽ എപ്സൺ L3215 എന്ന് ടൈപ്പ് ചെയ്യുന്നതോടുകൂടി താഴെ ഡ്രൈവർ എന്ന് കാണിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറേ വെബ്സൈറ്റുകളിലൂടെ കാണിക്കുന്നതാണ്, കണ്ടില്ലേ. ഇതിൽ ഫസ്റ്റ് തന്നെ epson.co.in ആണ് എപ്സൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. ഓപ്പണായി വന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യാനാണുള്ളത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നത് ഇതേപോലെ വരും. ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വിൻഡോസിൻ്റെയും മാക്കിൻ്റെയും പല വെർഷൻസ് കാണിക്കും. ഇതിൽ നമ്മളത് ഏതാണെന്നുള്ളത് കൺഫ്യൂഷൻ വേണ്ട. നമുക്കിവിടെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടല്ലേ. വിൻഡോസ് 10 64 ബിറ്റിൻ്റെ നേരെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിക്കും. ഇതേപോലെ നിങ്ങളെ വിൻഡോസിൻ്റെ വെർഷൻ ഏതാണോ അതിൻ്റെ നേരെ ഇതേപോലെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടാവും. അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതാണ് നിങ്ങളുടെ വെർഷൻസ് വരിക. സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. ആ പേജ് റീലോഡായി വന്നിട്ടുണ്ട്. താഴോട്ട് പോരുന്ന സമയത്ത് ഡ്രൈവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കണ്ടില്ലേ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും. സ്കാനർ ഡ്രൈവറും പ്രിൻ്റർ ഡ്രൈവറും ഉണ്ടാവും. നമുക്ക് ആദ്യം ഈ വീഡിയോയിൽ ചെയ്യാനുള്ളത് പ്രിൻ്റർ ഡ്രൈവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ സെക്കൻഡായിട്ട് കാണുന്ന ഈ സ്കാനർ ഡ്രൈവറിൻ്റെ നേരെ റൈറ്റ് സൈഡിൽ കാണുന്ന ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. ആ പേജിൽ താഴെ കാണുന്ന ഈ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഡ്രൈവർ ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡിങ് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് കംപ്ലീറ്റ് ആവും. അങ്ങനെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഫയൽ ഓപ്പൺ ആയിട്ട് വരും. ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട്. താഴെ കാണുന്ന ഈ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ ചോദിക്കും നമ്മുടെ റീജിയൻ അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ഏതാണെന്നുള്ളത്. അവിടെ നമ്മുടെ ലാംഗ്വേജ് ഏതാ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അഗ്രി എന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആ ടിക്ക് ചെയ്യാതെ ഒരിക്കലും ഓക്കെ എനേബിൾ ആവില്ല. അപ്പോൾ ജസ്റ്റ് ടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫയൽ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആൾറെഡി കമ്പ്യൂട്ടറും പ്രിൻ്ററും നമ്മൾ USB കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ്റെ അവസാന ഭാഗത്ത് എത്തുമ്പോൾ USB കേബിൾ കണക്ട് ചെയ്യാൻ പറയും. ആ സമയത്ത് മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ USB കേബിൾ റിമൂവ് ചെയ്യണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. യെസ്, കണക്ഷൻ മെത്തേഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് മാത്രമേ USB കേബിൾ പ്രിൻ്ററിലും കമ്പ്യൂട്ടറിലും കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അത് കണക്ട് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കത് കൺഫേം മെസ്സേജ് വരുന്നതാണ്. ജസ്റ്റ് യെസ്, പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ ആൻഡ് പോർട്ട് കോൺഫിഗറേഷൻ കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്ത പ്രോസസ്സ് കംപ്ലീറ്റഡ് ആണോ അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്താണ് പ്രിൻ്റ് എടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ടെസ്റ്റ് പേജ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി ഞാൻ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് അതിൽ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തു. അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ നമ്മൾ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നതാണ്. അപ്പോൾ ആദ്യം കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുന്നു.
ഇവിടെ കാണുന്ന ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കുറേ എൻ്റെ ലാപ്പിൽ കുറേ പ്രിൻ്ററിൻ്റെ ലിസ്റ്റ് കാണിക്കും. ഞാൻ കുറേ പ്രിൻ്റർ കണക്ട് ചെയ്തുകൊണ്ടാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിലൊന്നും ഇത്ര ലിസ്റ്റ് കാണിച്ചോളണമെന്നില്ല. ആ 1-2 ലിസ്റ്റ് മാത്രമേ കാണിക്കുകയുള്ളൂ. അല്ലല്ലോ, ഇവിടെ കുറേ ലിസ്റ്റുകൾ കാണിക്കുന്നുണ്ട്. അവിടെ നമ്മളെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ടോ, അതായിരിക്കും നമ്മളത് ഇവിടെ ഡിറ്റക്റ്റ് ചെയ്യുന്നുള്ളൂ. കുറച്ച് ചെറിയൊരു ലോഡിംഗ് ഉണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ മുകളിൽ ഈ അൺസ്പെസിഫൈഡിൽ നിന്ന് മാറി മുകളിൽ കാണുന്ന പ്രിൻറ്റേഴ്സ് ലിസ്റ്റിലേക്ക് വരുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇവിടെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വാർണിംഗ് മെസ്സേജ് ഉണ്ട്, കാര്യമാക്കേണ്ട സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാത്തത് കൊണ്ടാണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത് ആ മെസ്സേജ് പോകും. അപ്പോൾ അതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നുണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ Epson L3210 സീരീസ് എന്നാണ് കാണിക്കുന്നത്. Epson L3210, L3215, 16 ഇതെല്ലാം ഒരേ ഡ്രൈവറാണ് വരുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ റൈറ്റ് ബട്ടൺ നോക്കി അതിൽ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. അതിൽ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇതേപോലെ കാണുകയാണെങ്കിൽ നിങ്ങൾ ട്രയൽ ഒരു പേപ്പർ വെക്കണം. എന്നിട്ട് ഈ താഴെ കാണുന്ന ഈ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ ആ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് ഒരു ടെസ്റ്റ് പേജ് കമാൻഡ് വന്നിട്ടുണ്ട്. പ്രിൻ്റർ പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ടല്ലേ എന്ന് നോക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ പേപ്പർ പിക്ക് ചെയ്താണ്ട് പ്രിൻ്റർ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്ത പ്രോസസ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.